ഒന്നുമല്ലെങ്കിൽ ഇത് നമ്മുടെ സഭയുടെ അഭിമാനത്തിന്റെ ഒരു പ്രശ്നമല്ലയോ? അല്ല, എവര് നാട്ടിലേക്ക് കടന്നേക്കാൻ ഇടയുണ്ടെന്നുള്ളതാ ഞങ്ങളുടെ ബലമായ സംശയം. എന്നാ പിന്നെ നാട്ടിലും കൊടുത്ത ഒരു കംപ്ലൈന്റ്. മാത്തച്ഛൻ ഗൗരവമായിട്ട് തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? കുഞ്ഞുടിച്ചാൻ എന്നാ അതിൽ ഇനി സംശയം? നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ട് പൊക്കോ. ഇതിനൊക്കെ അല്ലയോ MP എന്ന് പറഞ്ഞ് ഞാനിവിടെ ഒന്ന് കിടക്കുന്നേ. ജനസേവനം അല്ലയോ എന്റെ ജീവിത ലക്ഷ്യം. എവര് നാട്ടിലെത്തിയ വിവരം പറഞ്ഞ് സാംകുട്ടിയുടെ അപ്പൻ പെണ്ണിന്റെ വീട്ടുകാരുടെ പേരിൽ ഒരു ക്രിമിനൽ കേസും ഫയൽ ചെയ്തേച്ച് ഡൽഹിയിൽ നിന്നൊക്കെ വിളിച്ചു പറയിപ്പിച്ച് ഇവിടുത്തെ പോലീസുകാരെ എവരുടെ പുറകെ ഇളക്കി വിട്ടിരിക്കുക. എന്നിട്ട് എന്നതാ, ഞാൻ വെളുപ്പിന് പട്ടി കുരയ്ക്കുന്ന കേട്ട് വരാന്തയിൽ ഇറങ്ങി നോക്കുമ്പോ പെണ്ണും ചെറുക്കനും എന്റെ മുറ്റത്ത് നിപ്പുണ്ട്. നിങ്ങൾ നേരെ പാലായി ചെന്ന് സണ്ണി വക്കീലിനെ കണ്ടാൽ മതി, എല്ലാം ചെയ്തു തരും എന്നാ യോഹന്നാൻ സാർ ഫോണിൽ കൂടി ചെറുക്കനോട് പറഞ്ഞിരിക്കുന്നത്. എന്നാലും എന്നായൊക്കെ പറഞ്ഞാലും റൂഹാദ കുതിശ തമ്പുരാൻ അറിവ് കൊടുത്തൊരു ചെറുക്കൻ ഒരു പെണ്ണിനെയും കൊണ്ട് അത് ഒറ്റയ്ക്ക്. എടാ ജോയി, ഇത്രയൊക്കെ ആക്കിയിട്ട് നീയും കൂടെ കൈയൊഴിഞ്ഞ പിന്നെ അവരെയും കൊണ്ട് ഞാനിനി എന്നാ ചെയ്യും? എനിക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ആകാനുള്ള ഫയല് ആ യോഹന്നാൻ സാറിന്റെ മേശപ്പുറത്ത് കിടക്കുകയും ചെയ്യുക. നീ വിഷമിക്കാതെ സണ്ണി, നിനക്ക് ഞാനുണ്ടാ. ഇതിപ്പോൾ ഈ പിള്ളേര് തലയും പാലും ഇല്ലാതെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടായി രാത്രി തന്നെ നിന്നെ ഞാൻ വിളിച്ചു വരുത്തിയത്. ഇപ്പം കാര്യങ്ങളൊക്കെ ഏതാണ്ട് മൊത്തമായിട്ട് എനിക്ക് തിരിഞ്ഞു കിട്ടി. ഇനിയിപ്പം വരുന്നിടത്ത് വെച്ച് കാണാം. നമുക്ക് നോക്കാം. നീ